ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സൂപ്പാണ് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. അതെങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ 200 ഗ്രാം സ്വീറ്റ് കോൺ, പിന്നെ ഒരു മുട്ട, പിന്നെ സ്പ്രിംഗ് അനിയൻ കുറച്ച്, പിന്നെ വെളുത്തുള്ളി ഒരു 5 എണ്ണം, പിന്നെ ജിഞ്ചർ ഒരു 1/4 പീസും, പിന്നെ ഒരു വെല്ലുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനം റെഡിയാക്കി വെക്കുക. ഇതിലൊരു പാത്രം എടുക്കുക, എന്നിട്ട് ഒരു 3/4 ലിറ്റർ വെള്ളം, നമുക്ക് എത്ര സൂപ്പിന് എത്ര വേണോ അത്രയും വെള്ളം എടുക്കുക. എന്നിട്ട് തീ ഓണാക്കുക. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് ഇടുക, നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക, പിന്നെ നമ്മുടെ ചിക്കൻ ക്യൂബ്സ് അതിലേക്ക് ഇടുക. പിന്നെ ആവശ്യമുള്ള ഉപ്പും ഇത്രയും ചേർത്തിട്ട് ഒരു 10-20 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക, മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ മാത്രം മാറ്റിയെടുക്കും. എന്നിട്ടത് ഷ്രെഡ് ചെയ്ത് എടുക്കണം. ഇത് വീണ്ടും തീ സ്വിച്ച് ഓൺ ചെയ്യുക. എന്നിട്ട് സ്വീറ്റ് കോൺ അതിലേക്ക് ഇടുക. എന്നിട്ടൊരു സ്പ്രിംഗ് അനിയൻ കുറച്ച് ഇടുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കുക. സ്വീറ്റ് കോൺ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലവർ സ്ലറി ആഡ് ചെയ്യും. അത് തിക്കാവാൻ വേണ്ടിയിട്ടാണ് സൂപ്പ്. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ സ്ലറി ചേർത്ത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ ചേർത്തിട്ടാണ് ഇളക്കി വയ്ക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് സ്റ്റെയർ ചെയ്യണം, കണ്ടിന്യൂസ് ഇളക്കണം. അത് ഇതാകുമ്പോൾ അപ്പം ഇത് തിക്കായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടും. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട കുറച്ചായി ആഡ് ചെയ്യും. ആ മുട്ട ആഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം, എന്നാലേ നമുക്ക് സ്ട്രിങ്സ് പോലെ ചെതറിയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് ആഡ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു 10 മിനിറ്റോളം തിളപ്പിക്കുക. നമ്മുടെ കുരുമുളക് പൊടി നിങ്ങൾക്ക് എത്രയാണ് വേണം ഇട്ടിട്ട് ഒരു 10 മിനിറ്റോളം തിളപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് റെഡിയായി. നമുക്ക് അവസാനമായിട്ട് സ്പ്രിംഗ് അനിയൻസ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് തീ സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈ വിൻ്ററിനൊക്കെ എല്ലാവരും തണുപ്പിന് നല്ലതാണ്. കോൾഡിനും പനിക്കൊക്കെ നല്ലൊരു സൂപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം താങ്ക് യു.